ഈ സ്റ്റേറ്റ് ആയിട്ടുള്ളത് 3 സ്റ്റേറ്റുകളാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ എം വി നികേഷ് കുമാർ പറഞ്ഞതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് ഉണ്ടാവുന്ന ഇടിവിനെ നികത്തുന്നു എന്ന് നമ്മൾ പറയുന്ന 3 കീ സ്റ്റേറ്റ് പ്ലസ് കർണാടകയാണ്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ ഇത്തവണ പ്രവചിച്ചിരിക്കുന്നത് നോക്കൂ, 21 മുതൽ 23 സീറ്റുകൾ വരെയാണ് TDPയും ജനസേനയും BJPയും ചേർന്നുള്ള സഖ്യം നേടാൻ പോകുന്നത് എന്നാണ്. അവിടെ YSSP അടിത്തൊട്ടിരിക്കുകയാണ്. അവിടെ പരമാവധി 2 മുതൽ 4 വരെ സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത്. അപ്പം 25 സീറ്റുകളിൽ 23 സീറ്റുകൾ വരെയും ആന്ധ്രാപ്രദേശിൽ നേടാമെന്ന് പറയുമ്പോൾ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 20-22 സീറ്റുകൾ ഒരുമിച്ച് കൂടുതൽ കിട്ടുക. അതാ ചക്രം തിരിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം 25 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 22 സീറ്റും നേടിയതാരാണ് സീറ്റാണ് TDP. അത് നേരെ തിരിയുന്നു. ഇവിടെ ഒരു അരുൺ ആന്ധ്രാപ്രദേശിൽ ഇനി അഥവാ അവിടെ YSRCP ആണെങ്കിൽ അതിൽ NDAയുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. സ്റ്റേറ്റ് അപ്പുറത്താണ്, കാരണം അവിടെ കോൺഗ്രസ് ഇല്ല, മറ്റു പാർട്ടികളില്ല. ആക്ച്വൽ 353 കൗണ്ടിലേക്ക് നമ്മൾ YSRCP എടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും ആ 353 ടാർഗറ്റിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ സീറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും ആന്ധ്രാപ്രദേശത്ത് കോമ്പൻസേറ്റ് ചെയ്യുന്നു. കാര്യം TDP ഇവരുടെ ഔദ്യോഗിക അലിയായിട്ട് മാറുന്നു. TDP ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. തിരിച്ചൊരു സാഹചര്യം വന്നാൽ ഒഡീഷയിൽ നോക്കൂ, NDAയുടെ ഗ്രോത്ത് 21 സീറ്റുകളിൽ 18ലേക്കാണ് NDAയുടെ വളർച്ച എന്ന് പറയുന്നത്. ഈ YSRCP ആന്ധ്രാപ്രദേശിൽ ഈ ശർമ്മള വന്നതിന് ശേഷം ഒരനക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് വരുന്നു തേർഡ്. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ തവണ 18 ആണെങ്കിൽ ഇത്തവണ 8 മുതൽ 13 സീറ്റുകൾ വരെയാണ് TMCക്ക്. ഇത്തവണ NDAക്ക് നോക്കൂ, 26 മുതൽ 31 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അതായത് 18 നിന്നാണ് ഗ്രോത്ത്. അപ്പോൾ 18 നിന്ന് 13 സീറ്റുകൾ വരെ വെസ്റ്റ് ബംഗാളിൽ വർദ്ധിപ്പിക്കാം. ആന്ധ്രാപ്രദേശിൽ 20 സീറ്റുകളുടെ വർധനവ്, രണ്ടും കൂടി ആയപ്പോൾ തന്നെ 33 സീറ്റുകളായി. ഒഡീഷയിൽ നിന്നൊരു 8 സീറ്റുകൾ കൂടി വന്നാൽ 40 കടന്നു. അതാണ് എന്റെ പോയിന്റ്. ഞാൻ പറഞ്ഞു തുടങ്ങിയ പോയിന്റ് അതാണ്. അതായത് നോക്കൂ, ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറേ ഇന്ത്യയിൽ നിന്നും സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൃത്യമായി ചിത്രം വരയ്ക്കുന്ന പോലെയാണ്. ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടുന്നു, എന്നാൽ അതൊരു കാര്യം ചെയ്യൂ, തെക്കേ ഇന്ത്യയിലേക്കും കിഴക്കേ ഇന്ത്യയിലേക്കും എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളൊരു ചിത്രത്തിൽ എടുത്തു വെക്കില്ലേ എന്നതുപോലെ NDAക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ചാണ്. അത് ശരിയാണ് എന്ന് നമ്മൾ ഇപ്പം നമ്മുടെ മുന്നിലൊരു കണക്കുണ്ട്, ഒരു ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും പിക്ചറസ് പെർഫെക്റ്റായി NDA പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. നോക്കൂ, ഒരു ഭാഗത്ത് NDAക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയം പ്രതിഫലിക്കുന്നു, മറുഭാഗത്ത് NDAക്ക് അനുകൂലമായിട്ടുള്ള, NDA ഇല്ലാത്ത ഇടങ്ങളിൽ NDAക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയം പ്രതിഫലിക്കുന്നു. അവിടെ ഈ ഒഡീഷയിൽ, തെലങ്കാനയിൽ, വെസ്റ്റ് ബംഗാൾ, ഈ 3 സ്ഥലങ്ങൾ എടുക്കാം. ആന്ധ്രയിൽ ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം YSRCP അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പോകുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ഒഡീഷയിലെ നിയമസഭയിൽ ആ ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നില്ല. അതേസമയം ദേശീയ തലത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചെറുകാറ്റ് വീശുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 21 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം, ഏതാണ്ട് 18ഓളം സീറ്റുകൾ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 18ഓളം സീറ്റുകൾ BJPക്ക് ലഭിക്കുന്നത്. തെലങ്കാനയിൽ നോക്കൂ, തെലങ്കാനയിൽ സർക്കാർ വന്ന് അതിൻ്റെ ഒരു ഇൻകംബൻസിയിൽ നിൽക്കുന്ന സമയത്താണ് തെലങ്കാനയിൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് കിട്ടും എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലും അതെ, വെസ്റ്റ് ബംഗാളിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവുമായിരിക്കും. BJP അവിടെ എമർജ് ചെയ്യുന്ന ഒരു ശക്തിയുമാണ്. അവിടെ 26 മുതൽ 31 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ആ നിലയിലുള്ളൊരു രാഷ്ട്രീയം രൂപപ്പെട്ടതിനെ പറ്റി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ വരുന്ന നമ്മുടെ അരുണാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ അവിടെ പ്രേമഖണ്ഡു BJP കഴിഞ്ഞ 10 ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 10 സീറ്റുകളിൽ വിജയിച്ചതാണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അരുണാചൽ പ്രദേശിൽ BJP സഖ്യം തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. 17 ഇടങ്ങളിൽ BJP സഖ്യം ലീഡ് ചെയ്യുന്നു എന്നതാണ് അരുണാചൽ പ്രദേശിൽ നിന്ന് വരുന്ന കണക്ക്. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അരുണാചൽ പ്രദേശ് ഇത്തവണയും പ്രേമഖണ്ഡു തന്നെ നിലനിർത്തും, സംശയമൊന്നുമില്ല. അരുണാചൽ പ്രദേശിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അരുണാചൽ പ്രദേശിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കൗണ്ടിങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ 10 സീറ്റുകളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ 8 മണിക്കല്ല 7 മണിക്ക് തന്നെ 1 മണിക്കൂർ മുമ്പ് തന്നെ തുടങ്ങി. അവിടെ ഇന്ന് കാലാവധി തീരുകയാണ്. യെസ്. അപ്പോൾ വീണ്ടും NDA എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. എക്സിറ്റ് പോൾ എക്സാറ്റ് പോൾ ആകുമോ? ഇതൊരു മോദിക്ക് ഹാട്രിക് ആണോ, അതല്ല എക്സിറ്റ് പോൾ ഒരു പോൾ ട്രിക് ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്.